ഇന്നത്തെ അറിയിപ്പുകൾ. കുട്ടികൾക്ക് ആശ്വാസമായി ബാലാവകാശ കമ്മീഷന്റെ ഇടപെടൽ. വേനൽക്കാലത്ത് സ്കൂളുകളിൽ യൂണിഫോം നിർബന്ധമാക്കില്ല. 10:30-ക്ക് ശേഷമുള്ള പരിശീലന പരിപാടികൾ പാടില്ലെന്നും നിർദ്ദേശം. കേരളത്തിൽ വർദ്ധിച്ചുവരുന്ന ഉഷ്ണതരംഗത്തിന്റെ പശ്ചാത്തലത്തിൽ സ്കൂളുകളിലെ വേനൽക്കാല ക്ലാസുകൾക്കും പരിശീലനങ്ങൾക്കും ബാലാവകാശ കമ്മീഷൻ നിയന്ത്രണം ഏർപ്പെടുത്തി. ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടത്തുന്ന പ്രത്യേക പരിശീലനങ്ങളും മറ്റു പരിപാടികളും രാവിലെ 10:30-ക്ക് മുമ്പായി അവസാനിപ്പിക്കണമെന്ന് കമ്മീഷൻ ഉത്തരവിട്ടു. NCC, SPC, സ്കൗട്ട്സ് ആൻഡ് ഗൈഡ് തുടങ്ങിയവയുടെ പരേഡുകളും പരിശീലനങ്ങളും അസംബ്ലികളും പൂർണ്ണമായും ഒഴിവാക്കണം. കൂടാതെ കുട്ടികളുടെ കായിക വിനോദങ്ങൾക്കും വിനോദയാത്രകൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്കൂളുകളിൽ എത്തുന്ന കുട്ടികൾക്ക് യൂണിഫോം നിർബന്ധമാക്കരുതെന്നും ചൂട് കണക്കിലെടുത്ത് സൗകര്യപ്രദമായ മറ്റു വസ്ത്രങ്ങൾ ധരിക്കാൻ അനുവദിക്കണമെന്നും നിർദ്ദേശമുണ്ട്. രാവിലെ മുതൽ വൈകുന്നേരം വരെ കുട്ടികളെ പരിശീലനത്തിൽ പങ്കെടുപ്പിക്കുന്നതും കടുത്ത ചൂടിൽ യൂണിഫോം ധരിപ്പിക്കുന്നതും ബാലാവകാശ ലംഘനമായി കണക്കാക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സെൻസസ് 2027-ന്റെ ഒന്നാം ഘട്ട നടപടികൾക്ക് ജൂലൈ 1-ന് തുടക്കമാകും. ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലനം പൂർത്തിയായി. രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സെൻസസ് എന്ന പ്രത്യേകതയും ഇത്തവണത്തെ ജനസംഖ്യാ കണക്കെടുപ്പിന് ഉണ്ട്. സെൻസസ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി 2026 ജൂൺ 16 മുതൽ ജൂൺ 30 വരെ സെൽഫ് എന്യൂമറേഷൻ നടക്കും. 2026 ജൂലൈ 1 മുതൽ ജൂലൈ 30 വരെ ഒന്നാം ഘട്ട ഭവന സെൻസസ് നടക്കും. 2027 ഫെബ്രുവരിയിലാണ് രണ്ടാം ഘട്ട ജനസംഖ്യാ കണക്കെടുപ്പ്. സെൽഫ് എന്യൂമറേഷൻ വഴി ജനങ്ങൾക്ക് നേരിട്ട് വിവരങ്ങൾ നൽകാനാവും. ജൂലൈയിൽ നടക്കുന്ന ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസുമാണ് നടക്കുക. വീടിന്റെ അവസ്ഥ, കുടുംബനാഥനുമായുള്ള അംഗങ്ങളുടെ ബന്ധം, കുടുംബത്തിന് ലഭ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ, കുടുംബത്തിന്റെ ആസ്തികൾ എന്നിവ സംബന്ധിച്ച കണക്കെടുക്കും. എന്യൂമറേറ്റർമാർ ഓരോ വീടുകളിലും എത്തി പ്രത്യേക സെൻസസ് ആപ്പ് വഴി സ്മാർട്ട് ഫോണുകളിലാകും വിവരങ്ങൾ ശേഖരിക്കുക. ശേഖരിക്കുന്ന വിവരങ്ങൾ കൃത്യമായിരിക്കണമെന്നും രാജ്യത്തിന്റെ പുരോഗതിക്കും ക്ഷേമ പ്രവർത്തനങ്ങൾക്കും കൃത്യമായ വിവരങ്ങൾ നൽകേണ്ടത് ഓരോ പൗരന്റെയും ഉത്തരവാദിത്തമാണെന്നും ഉദ്യോഗസ്ഥർക്ക് നൽകിയ പരിശീലന പരിപാടിയിൽ ജില്ലാ കളക്ടർമാർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്ത് കനത്ത ചൂട് രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്ന് അടിയന്തര ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. പൊതുജനാരോഗ്യവും അടിസ്ഥാന സൗകര്യങ്ങളും ഉറപ്പാക്കാൻ വിവിധ നടപടികൾ ശക്തിപ്പെടുത്താൻ സർക്കാർ നിർദ്ദേശം നൽകി. സംസ്ഥാനത്ത് ചൂട് രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഉന്നതതല അവലോകന യോഗം ചേർന്ന് വിവിധ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. താപനില ഉയരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. പൊതു ഇടങ്ങളിൽ തണ്ണീർപന്തലുകൾ ഉറപ്പാക്കാനും കുടിവെള്ള സൗകര്യം ശക്തിപ്പെടുത്താനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അംഗനവാടികളിലും സ്കൂളുകളിലും കൂൾ ഓഫ് സംവിധാനം ഒരുക്കാനും ട്രാഫിക് സിഗ്നലുകളുടെ സമയം കുറയ്ക്കുന്നത് പരിശോധിക്കാനും നിർദ്ദേശമുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങൾ ഹീറ്റ് ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി നടപ്പാക്കണമെന്നും ഇതിനായി ആവശ്യമായ ധനസഹായം നൽകണമെന്നും യോഗത്തിൽ തീരുമാനിച്ചു. കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളിൽ വാട്ടർ അതോറിറ്റി അടിയന്തരമായി ഇടപെടണമെന്നും പൊതുസ്ഥലങ്ങളിൽ വെള്ളവും ORS സൗകര്യവും ഉറപ്പാക്കണമെന്നും നിർദ്ദേശം നൽകി. സൂര്യാഘാതത്തിന് പ്രഥമ ശുശ്രൂഷ നൽകുന്നതിനുള്ള സംവിധാനങ്ങളും ഒരുക്കാൻ നിർദ്ദേശമുണ്ട്. വഴിയോരങ്ങൾ, ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ, ഓട്ടോ ടാക്സി സ്റ്റാൻഡുകൾ എന്നിവിടങ്ങൾ തണ്ണീർപന്തലുകൾ സ്ഥാപിക്കുമെന്നും അറിയിച്ചു. മഴവെള്ള സംഭരണം വ്യാപകമാക്കാനും ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഹീറ്റ് റെസിലിയന്റ് ആക്കാനും നിർദ്ദേശിച്ചു. കടുത്ത ചൂടിനെ തുടർന്ന് പാമ്പുകടി കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യം പരിഗണിച്ച് ഇഴജന്തുക്കൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും ആശുപത്രികളിൽ മതിയായ ആന്റിവനം ഉറപ്പാക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കൂടാതെ വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ വൈദ്യുതി ഉപയോഗത്തിൽ കാര്യക്ഷമത ഉറപ്പാക്കുകയും ഭാവിയിലേക്ക് ദീർഘകാല പദ്ധതികൾ തയ്യാറാക്കുകയും ചെയ്യേണ്ടതുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കനത്ത ചൂടിൽ വൈദ്യുതി ഉപയോഗം കുത്തനെ ഉയർന്നതോടെ സംസ്ഥാനത്ത് അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗുമായി KSEB. എന്നാൽ ഇത് അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് അല്ലെന്നും ഓവർലോഡാകുമ്പോൾ ട്രിപ്പാകുന്നതാകണമെന്നുമുള്ള വിശദീകരണവുമായി മന്ത്രി K. കൃഷ്ണൻകുട്ടി രംഗത്തെത്തി. സംസ്ഥാനത്ത് കനത്ത ചൂടിനിടെ വൈദ്യുതി ഉപഭോഗം കുത്തനെ ഉയർന്നതോടെ പല ഭാഗങ്ങളിലും ഇടയ്ക്കിടെ വൈദ്യുതി മുടക്കം അനുഭവപ്പെടുകയാണ്. ഗ്രാമ നഗര ഭേദമില്ലാതെ ദിവസത്തിൽ പല സമയത്തും കറണ്ട് പോകുന്ന സാഹചര്യത്തിൽ ഇത് ലോഡ് റെസ്ട്രിക്ഷൻ എന്ന പേരിലുള്ള നിയന്ത്രണം എന്നാണ് വിവരം. വടക്കൻ ജില്ലകളിലെ ചില ഭാഗങ്ങളിൽ ഒരാഴ്ച മുൻപ് തന്നെ ഇത്തരം തടസ്സങ്ങൾ ആരംഭിച്ചിരുന്നുവെന്നും പിന്നീട് സംസ്ഥാനത്തിന്റെ മറ്റു പല മേഖലകളിലേക്കും വ്യാപിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ സംസ്ഥാനത്ത് അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് ഇല്ലെന്നാണ് വൈദ്യുത മന്ത്രിയുടെ വിശദീകരണം. ഓവർലോഡ് ആകുമ്പോൾ സിസ്റ്റം ട്രിപ്പ് ആവുന്നതാണ് ഇടയ്ക്കിടെ വൈദ്യുതി മുടക്കത്തിന് കാരണമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഗ്യാസിന്റെ ലഭ്യതക്കുറവിനെ തുടർന്ന് ഇൻഡക്ഷൻ കുക്കറുകളുടെ ഉപയോഗം വർദ്ധിച്ചതും വൈദ്യുതി ആവശ്യകത ഉയരാൻ കാരണമായതായി മന്ത്രി ചൂണ്ടിക്കാട്ടി. അതേസമയം ചൂട് തുടരുകയാണെങ്കിൽ രാത്രിയിൽ 30 മിനിറ്റ് വരെ നിയന്ത്രണങ്ങൾ ഉണ്ടാകാനിടയുണ്ടെന്ന സൂചനയും പുറത്തു വന്നിട്ടുണ്ട്.
ഇതിനിടെ 250 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാനുള്ള KSEBയുടെ അപേക്ഷ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ മാറ്റിവെച്ചതും തിരിച്ചടിയായി. കൂടുതൽ വിവരങ്ങൾ നൽകി വീണ്ടും അപേക്ഷ സമർപ്പിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് വൈദ്യുതി ആവശ്യകത റെക്കോർഡ് നിലയിലേക്ക് ഉയർന്നിരിക്കുകയാണ്. ഏപ്രിൽ 18-ന് 117.16 ദശലക്ഷം യൂണിറ്റ് ഉപയോഗം രേഖപ്പെടുത്തിയപ്പോൾ പീക്ക് സമയമായ വൈകുന്നേരം 6-നും 10-നും ഇടയിൽ 6033 മെഗാവാട്ട് ആവശ്യകതയും രേഖപ്പെടുത്തി. പിന്നീട് ഇത് 6195 മെഗാവാട്ട് വരെ ഉയർന്നതായും കണക്കുകൾ വ്യക്തമാക്കുന്നു. ഈ സാഹചര്യത്തിൽ പീക്ക് സമയങ്ങളിൽ വൈദ്യുതി ഉപയോഗം കുറയ്ക്കണമെന്ന് KSEB അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.